നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിലെയും നക്സൽ ബാധിത പ്രദേശങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി CRPF ആസ്ഥാനത്താണ് ഉന്നതതല യോഗം ചേർന്നത്. അമേരിക്കൻ എയർലൈൻസിന്റെ വിമാന സർവീസുകൾ സ്തംഭിച്ചു. ക്രിസ്മസ് തലേന്നുണ്ടായ സാങ്കേതിക തകരാറിലാണ് സർവീസുകൾ താറുമാറായത്. വ്യോമയാന മേഖലയിൽ ചൈനയുടെ സഹായം തേടി പാകിസ്ഥാൻ. ചൈനീസ് നിർമ്മിത J-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നീക്കം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ശതകോടികളുടെ പ്രതിരോധ ഇടപാട് ഭാരതത്തെ ഭയന്ന്. ആരോഗ്യ മേഖലയിൽ ഭാരതം വൻ കുതിച്ചുചാട്ടം നടത്തിയെന്ന പ്രതിരോധ മന്ത്രി. മോദി സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 780 ഉയർന്നു. എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും രാജ്നാഥ് സിംഗ്. ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ നടപടി നിർദ്ദേശിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. ഉത്തരവാദികൾക്കെതിരെ കേരളം നടപടിയെടുക്കണം. ജനുവരി 2-ന് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ-പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം ഫെബ്രുവരി 23-ന് ദുബായിൽ. ബംഗ്ലാദേശും ന്യൂസിലാൻഡുമാണ് ഇതേ ഗ്രൂപ്പിൽ. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ. വിശദമായ വാർത്തകളിലേക്ക്. വ്യോമയാന മേഖലയിൽ ചൈനയുടെ സഹായം തേടി പാകിസ്ഥാൻ. ചൈനീസ് നിർമ്മിത J-35 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെങ്കിലും ഭാരതത്തെ നേരിടുക എന്നുള്ള ഉദ്ദേശമാണ് ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് പിന്നിൽ. ചൈനയിൽ നിന്ന് സ്റ്റെൽത്ത് ഫൈറ്റർ J-35 വിഭാഗത്തിൽപ്പെടുന്ന 40 വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ചൈന ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത്. പ്രതിരോധ ഇടപാടുകളിൽ വ്യക്തമായ ഇടം നേടുക എന്ന ലക്ഷ്യവും പാകിസ്ഥാനുമായുള്ള ഇടപാടിൽ ചൈന ലക്ഷ്യം വെക്കുന്നു. വിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ആദ്യ ബാച്ച് J-35 വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ്. ജീവനക്കാർക്ക് ശമ്പളമോ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണമോ ഇല്ലെന്നിരിക്കെ ശതകോടികളുടെ പ്രതിരോധ ഇടപാടിന് പാക് സൈന്യം തയ്യാറെടുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കും. അന്നത്തിന് വകയില്ലെങ്കിലും ഭാരതത്തെ നേരിടുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. നിലവിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ പാക് വ്യോമസേനയുടെ പക്കലുണ്ട്. ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച J-17 തണ്ടർ വിമാനങ്ങളാണ് പാകിസ്ഥാൻ കൂടുതലായും ഉപയോഗിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള ചൈനീസ് നിക്ഷേപങ്ങൾക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ചൈനീസ് സേനയെ പാകിസ്ഥാനിൽ വിന്യസിക്കുമെന്ന സൂചനകളുമുണ്ട്. ജനം, ഡൽഹി. ജമ്മു കാശ്മീരിലെയും നക്സൽ ബാധിത പ്രദേശങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി CRPF ആസ്ഥാനത്താണ് ഉന്നതതല യോഗം ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജിഷ്ണുവിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇത് സംബന്ധിച്ച് ചേർന്നിട്ടുള്ളത്. യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ജിഷ്ണു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, യോഗം സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എങ്ങനെയാണ് പുറത്തു വരുന്നത്? വിഷ്ണു, ഡൽഹിയിൽ CRPF ആസ്ഥാനത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. ജമ്മു കശ്മീരിലെയും ഒപ്പം നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിർത്തി മേഖലകളിലെ സൈനിക വിന്യാസം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് CRPF-ലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. CRPF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഉൾപ്പെടെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ, ഒപ്പം ജമ്മു കാശ്മീരിലെ സൈനിക വിന്യാസം, സാധാരണക്കാർക്കിടയിൽ നടത്തിയിരുന്ന സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇവ സംബന്ധിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാം നിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട്
എന്നുള്ള വിശദാംശങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നോർത്ത് ബ്ലോക്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ജമ്മു കാശ്മീരിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. അതിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, DGP, ചീഫ് സെക്രട്ടറി കൂടാതെ കരസേനാ മേധാവി, NIA മേധാവി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ള നിർദ്ദേശം തന്നെ ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്ന നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത്. ഒപ്പം ശൈത്യകാലത്തിൽ മഞ്ഞുവീഴ്ച ഉൾപ്പെടെ കാലാവസ്ഥ മുതലെടുത്തുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുണ്ടെന്നും അത് തടയുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങളും നിരീക്ഷണം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശവും ആ യോഗത്തിൽ അമിത്ഷാ നടത്തിയിരുന്നു. ഛത്തീസ്ഗഡിലും സമാനമായ യോഗം ചേർന്നുകൊണ്ട് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സംബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ അമിത്ഷാ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് 2026ഓടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത, മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തിയത്. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ഡൽഹിയിൽ CRPF ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നുകൊണ്ട് നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി വിലയിരുത്തൽ നടത്തിയത്. ജിഷ്ണു, ഒപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരത്തെയും ചൂണ്ടിക്കാട്ടിയതും ആവർത്തിച്ചതും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ്. അതായത് ഭീകരപ്രവർത്തനങ്ങളില്ലാത്ത ഒരു കശ്മീർ, അതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്, ഭീകരപ്രവർത്തനങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളൊരു കാര്യം. ഒപ്പം തന്നെ ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരരുടെ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഉണ്ടായി. ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത് തന്നെ ഭീകരരുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെയും കൃത്യമായി നിരീക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തുന്നതും ഈ ഒരു യോഗത്തിൽ തീരുമാനമായതല്ലേ? തീർച്ചയായും ജമ്മു കാശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശം എല്ലാ യോഗങ്ങളിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് നിർദ്ദേശം നൽകുന്നതാണ്. ചൂണ്ടിക്കാട്ടിയതുപോലെ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, അത് ഈ ശൈത്യകാലത്ത് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഭാഗത്തു നിന്നാണ് തീപിടുത്തം ഉണ്ടായത്. അത് സ്വാഭാവികമല്ലെന്നും അതിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കശ്മീരിനപ്പുറത്തേക്ക് ജമ്മു മേഖലയിലും ഒപ്പം കശ്മീരിൽ തന്നെ ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീരിലും ഭീകര നീക്കം കൂടുതൽ ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഒരു അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ, ഒരു പരിധിവരെ അടിച്ചമർത്താൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുന്നതിൽ 75% കുറവുണ്ടായിട്ടുണ്ട്. ഒപ്പം മാവോയിസ്റ്റ് ഭീകരവാദികളുടെ അക്രമത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ 86% കുറവ്, അത്രയധികം. അതൊരു 100% എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന യോഗങ്ങളും അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള യോഗങ്ങളും അമിത്ഷാ വിളിച്ചു ചേർക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ കൃത്യമായി ആദ്യം ഡൽഹിയിൽ കരസേനയുടെയും NIAയുടെയും വിവിധ സുരക്ഷാ ഏജൻസികളുടെയും മേധാവിമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. അതിന് പിറകെ ജമ്മു കാശ്മീരിലെ സുരക്ഷ പ്രത്യേകം വിലയിരുത്തുന്നു. ഛത്തീസ്ഗഡിൽ എത്തിക്കൊണ്ട് നക്സൽ ബാധിത മേഖലകളിൽ മാവോയിസ്റ്റ് ഭീകര പോരാട്ടം എത്തരത്തിൽ നടക്കുന്നു എന്ന് വിലയിരുത്തുന്നു. അതിന് പിറകെയാണ് CRPF ഏറ്റവും കൂടുതൽ സൈന്യത്തിനോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ, അത് ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടമാണെങ്കിലും ഒപ്പം മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഛത്തീസ്ഗഡ്, അസാം റൈഫിൾസിനും ഒപ്പം നിൽക്കുകയാണെങ്കിലും CRPF ഏറ്റവും കൂടുതൽ അതിൽ വലിയ പങ്കുവഹിക്കുന്ന സുരക്ഷാ ഏജൻസിയാണ്. CRPF ആസ്ഥാനത്താണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തിയത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ മത്സര തീയതികൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം ഫെബ്രുവരി 23 ഞായറാഴ്ച ദുബായിൽ വെച്ചാകും നടക്കുക. ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ബംഗ്ലാദേശും ന്യൂസിലാൻഡുമാണ് ഒരേ ഗ്രൂപ്പിലുള്ളത്. ഫെബ്രുവരി 20 ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ മത്സരം മാർച്ച് 2 ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചാകും നടക്കുന്നത്. സെമി ഫൈനൽ മത്സരങ്ങൾ മാർച്ച് 4, 5 തീയതികളിൽ നടക്കും. ഫൈനൽ മത്സരം മാർച്ച് 9 നിശ്ചയിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ ഭാരതം വൻ കുതിച്ചുചാട്ടം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2014 രാജ്യത്ത് 387 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്
പറയുന്നുണ്ട്. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 780 ഉയർന്നു. എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് BJP സർക്കാരിൻ്റെ നയമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ആരോഗ്യമേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതി സംബന്ധിച്ചും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞത്. 2014 രാജ്യത്താകെ 387 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറി 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 780 ഉയർന്നു. എയിംസ് മുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. സാധാരണക്കാരിൽ സാധാരണക്കാർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നാണ് BJP സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. 22 एम्स, जहां पहले केवल एक एम्स जो दिल्ली में हुआ करता था, अब हमारी सरकार आने के बाद मोदी जी के नेतृत्व में 22 एम्स के निर्माण को स्वीकृति दी गई थी। उनमें से आपको जानकर खुशी होगी कि भारत के अंदर 12 से ज्यादा नए एम्स बनकर तैयार हो गए हैं और 4 का काम वही चल रहा है। 2014 में जहां पर 387 मेडिकल कॉलेज थे भारत में, वहीं आज आपको जानकर खुशी होगी कि उनकी संख्या बढ़कर 780 हो गई है. അത്യാധുനിക ചികിത്സാ രീതികളും ഉപകരണങ്ങളും ഇന്ന് രാജ്യത്തെ ആശുപത്രികളിൽ ലഭ്യമാണ്. എയിംസ് ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഉത്തർപ്രദേശ് ഉൾപ്പെടെ BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടി തുടർന്ന് ഡൽഹി പോലീസ്. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഡൽഹിയിലെത്തിക്കുന്ന റാക്കറ്റിലെ 11 പേർ പിടിയിലായി. ഇവർ വ്യാജ ആധാറും തിരിച്ചറിയൽ കാർഡും കുടിയേറ്റക്കാർക്ക് നൽകിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അസം, ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃതമായി കടന്നുകയറുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് പിന്നീട് ഡൽഹിയിലേക്കും എത്തുന്നത്. ഇവർക്ക് തെരഞ്ഞെടുപ്പ് ID കാർഡും വ്യാജ ആധാർ കാർഡുമെല്ലാം സംഘടിപ്പിച്ച് നൽകുന്ന പ്രത്യേക സംഘം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. ഈ റാക്കറ്റിലെ 11 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റാക്കറ്റിലെ കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് സൗത്ത് ഡൽഹി DCP അങ്കിത് ചൌഹാൻ അറിയിച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശി കുടിയേറ്റത്തിന് കാരണം ആം ആദ്മി സർക്കാരാണെന്ന് BJP ആരോപിച്ചു. ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമെല്ലാം ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് നൽകുന്ന സംഘത്തിന് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധമുണ്ടാകുമെന്നും മനോജ് തിവാരി MP പ്രതികരിച്ചു. हमारे देश के लोगों को उनका हक छीनने वाला ये कार्य है और निश्चित रूप से इनके जड़ों की जांच होनी चाहिए, क्योंकि जिस प्रकार से अरविंद केजरीवाल चुनाव आयोग तक गए हैं इलीगल घुसपैठियों का वोट रुकवाने, हमें पूरा विश्वास है कि इस गैंग का ലിങ്ക് അരവിന്ദ് കെജ്രിവാൾ ഉनके വിധായകോ തक जरूर होगा. അതേസമയം ഡൽഹിയിലെ കാളിന്തി കുഞ്ച് മേഖലയിൽ ചേരി പ്രദേശങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. അനധികൃതമായി എത്തിയ ബംഗ്ലാദേശികളോ റോഹിംഗ്യകളോ ഉണ്ടോ എന്നറിയുന്നതിനായാണ് പരിശോധന. പ്രദേശത്ത് കഴിയുന്നവരുടെ തെരഞ്ഞെടുപ്പ് IDയും ആധാറും പരിശോധിച്ചു. ജനം, ഡൽഹി. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്തു. ഹൈദരാബാദ് ചിക്കട്പള്ളി സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അല്ലു അർജുന്റെ സ്വകാര്യ സെക്യൂരിറ്റി മാനേജരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ചിത്രത്തിന്റെ നിർമ്മാതാവ് മരിച്ച യുവതിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായമായി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ നടപടി എന്ന് പറയുന്നത് G നാഗരാജുവിന്റെ കസ്റ്റഡി എടുത്തതാണ്. അതായത് അല്ലു അർജുന്റെ മാനേജർ കൂടിയായ G നാഗരാജുവിനെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏത് കുറ്റം ചുമത്തിയാണ് അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല. അതിനിടെയാണ് ഏതാണ്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് അല്ലു അർജുൻ ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയും 4 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത്. അല്ലു അർജുൻ ഇപ്പോൾ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഏതാണ്ട് 3 മണി 4 മണിയോടുകൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ തുടരുന്നതിന് ഇടെയാണ് അല്ലു അർജുന്റെ മാനേജറെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല എങ്കിൽ കൂടി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഈ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഉണ്ടായത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിയമപരമായ നീക്കങ്ങൾ ശക്തമാക്കണമെന്നൊരു നിലപാടും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുനെ അനുവദിച്ചിരിക്കുന്ന ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അന്ന് ഡിസംബർ 4-ന് സംഭവം ഉണ്ടായതിനു ശേഷം അറസ്റ്റ് ഉണ്ടായതിനു ശേഷം ഹൈക്കോടതി ഇടപെട്ട്
ബന്ധപ്പെട്ട് അടിയന്തരമായി അല്ലു അർജുനെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യ വ്യവസ്ഥകളിൽ വളരെ കൃത്യമായി സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നീ വിവരങ്ങളെല്ലാം എന്നീ നിബന്ധനകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിബന്ധനയും നൽകിയിരുന്നു. ആ നിബന്ധനകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തു. അതിനിടെയാണ് അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ 2 എന്ന ഈ ദുരന്തത്തിന് കാരണമായ പ്രീമിയർ ഷോയുടെ തന്നെ സിനിമയായ അല്ലു അർജുന്റെ പുഷ്പ 2 നിർമ്മാതാവ് 50 ലക്ഷം രൂപയോളം ഡിസംബർ 4 മരിച്ച യുവതിയുടെ കുടുംബത്തിന് നൽകാമെന്നൊരു നിലപാട് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. അല്ലു അർജുൻ ഈ കേസിൽ പ്രതിയാകുകയോടെ ചെയ്തതോടെ അല്ലു അർജുന് നേരിട്ട് അവർക്ക് പണം നൽകുകയോ അത്തരത്തിൽ എന്തെങ്കിലും സഹായം നൽകുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമായ ഒരു നീക്കമായിരിക്കും. സാക്ഷികളെ സ്വാധീനിക്കുന്ന നീക്കമായി അതിനെ കണക്കാക്കാനും അത് മറ്റൊരു നടപടിയിലേക്ക് നീങ്ങാനും സാധ്യതയുള്ളത് കൊണ്ടാണ് അല്ലു അർജുന്റെ നിർമ്മാതാവ് പണം നൽകാൻ തീരുമാനിച്ചത് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അല്ലു അർജുന്റെ ചോദ്യം ചെയ്യലും നിയമ നടപടികളും പുരോഗമിക്കുകയാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇനിയും ഉണ്ടാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ ശ്യാം ബെനഗലിന്റെ വിയോഗത്തിലൂടെ നാടിന് നഷ്ടമായത് യഥാർത്ഥ കലാസാധകനെയാണെന്ന RSS സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളെ. ഭാരതീയ സിനിമയെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി. സർഗാത്മകതയെ സാധനയാക്കിയ ശ്യാം ബെനഗലിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അനുസ്മരണ സന്ദേശത്തിൽ സർക്കാരിവാഹ പറഞ്ഞു. സിറിയയിൽ ക്രിസ്മസ് ട്രീ കത്തിച്ചതിനെതിരെ പ്രതിഷേധം. ബഷാർ അൽ അസദിന് ശേഷം വന്ന ഭരണകൂടം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. മുഖംമൂടി വെച്ച 2 പേർ വീഡിയോയിൽ ക്രിസ്മസ് ട്രീ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, എന്താണ് ഇത് സംബന്ധിച്ചുള്ള സത്യാവസ്ഥ പുറത്തുവരുന്നത്? വിഷ്ണു, അൽ ഖലാബിയ എന്ന് പറയുന്ന സിറിയയിലെ പട്ടണത്തിലാണ് ഈ അതിക്രമം ഉണ്ടായത്. സിറിയയിലെ ഒരു പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ക്രിസ്മസ് ട്രീക്ക് തീയിടുകയായിരുന്നു അക്രമികൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുഖംമൂടി വെച്ച 2 പേർ വന്ന് ഈ ക്രിസ്മസ് ട്രീക്ക് തീയിടുകയായിരുന്നു. ക്രിസ്മസ് ട്രീ തീയിട്ടതോടെ വിഷയം മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്തു. മാത്രമല്ല, ചില തീവ്ര ഇസ്ലാമികവാദികൾ, അതായത് ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളെ എതിർക്കുന്ന ഇസ്ലാമിക വിഭാഗം കാര്യമായ പ്രതിഷേധം ക്രിസ്മസിനെതിരെ നടത്തുന്നത് ആഗോളതലത്തിൽ പലയിടങ്ങളിലും ഇതുപോലുള്ള സിറിയ പോലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഉള്ളത് തന്നെയാണ്. നിലവിൽ ഉള്ള ഒരു സംഭവം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. ക്രിസ്മസ് ട്രീ കത്തിച്ചു. മറ്റൊരിടത്തും കൂടി ക്രിസ്മസ് ട്രീ നശിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അൽ ഖലാബിയയിലെ വിഷയമാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ സിറിയയിൽ തുടരുകയുമാണ്. വിഷ്ണു. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടു. വാഹനം റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 18 സൈനികർ വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ മെന്തർ മേഖലയിൽ മൽനോയ് സമീപത്താണ് ഇത്തരത്തിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. സൈനിക വാഹനം ഈ റോഡിൽ നിന്ന് തെന്നിമാറി താഴെ കൊക്കയിലേക്ക് മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈനിക വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാഹനത്തിൽ 18 സൈനികരുണ്ടായിരുന്നു. ഈ സൈനികരാണ് പൂഞ്ച് സെക്ടറിലെ മെന്തറിൽ മൽനോയ് മേഖലയിൽ വെച്ച് ഈ വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി താഴ്ചയിലേക്ക് വധിച്ചുള്ള അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, മറ്റു വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഖേൽരത്ന അവാർഡിനായി സമർപ്പിച്ച അപേക്ഷയിൽ തന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി സമ്മതിച്ച് കായിക താരം മനു ഭാക്കർ. കായിക താരം എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ് തന്റെ കർത്തവ്യമെന്ന് മനു ഭാക്കർ എക്സിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് മനു ഭാക്കറുടെ പേര് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതോടെ ബോധ്യപ്പെട്ടു. ഇരട്ട ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കറുടെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് കേന്ദ്ര കായിക മന്ത്രാലയം ഒഴിവാക്കിയെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് വാസ്തവം വെളിപ്പെടുത്തി മനു ഭാക്കർ തന്നെ രംഗത്തെത്തിയത്. ഒരു കായിക താരമെന്ന നിലയിൽ തന്റെ രാജ്യത്തിനു വേണ്ടി കളിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന എക്സിൽ കുറിച്ച മനു
ഖേൽരത്ന അവാർഡിനായി സമർപ്പിച്ച അപേക്ഷയിൽ തന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി സമ്മതിച്ചു. അവാർഡിന് പരിഗണിക്കാതെ തന്നെ തന്റെ രാജ്യത്തിനായി കൂടുതൽ മെഡലുകൾ നേടാൻ സാധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ നടത്തരുതെന്നും ചാമ്പ്യൻ ഷൂട്ടർ മനു ഭഗർ വ്യക്തമാക്കി. ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് മനു ഭഗറുടെ പേര് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിനടക്കം വലിയ തിരിച്ചടിയായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗെയിംസ് പതിപ്പിൽ 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റായിട്ടും മനുവിന്റെ പേര് ഖേൽരത്ന പുരസ്കാര പട്ടികയിൽ ഇടം നേടാനാകാഞ്ഞത് കായിക മന്ത്രാലയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ജനം, ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.